30-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കുമായി എനിക്ക് കരുതണം, സമ്പാദിക്കണം. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇനി എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതായിരിക്കും. പറയുന്ന ഉപദേശം കേട്ടാട്ട്, ചെറുപ്പക്കാരെ എൻ്റെ ശബ്ദം കേട്ടാട്ട്, നിങ്ങൾ കുറച്ച് ചിലവാക്കുക, കൂടുതൽ സമ്പാദിക്കാൻ നോക്കുക. നിങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞാലും ചെറിയ വീട് പണിയുക, കൂടുതൽ ഭൂമി വാങ്ങിക്കുക. എൻ്റെ ഉപദേശം കേട്ടാട്ട് അധികം വരും കേൾക്കത്തില്ല. 3 സെൻറ്റിനകത്ത് 5 സെൻറ്റിൻ്റെ വീട് പണി തരും. 3 സെൻറ്റേ ഉള്ളൂ ഭൂമി, 5 സെൻറ്റിൻ്റെ എന്ന് വെച്ചാൽ മേളത്തെ നില, താഴത്തെ നില, അതിൻ്റെ മേളിലൊരു നില. പറയുന്നത് കേട്ടാട്ട്, നിങ്ങൾ 4 പേർക്ക് താമസിക്കാനല്ലയോ, അതിന് പോരായോ? എന്തിന് 7 മുറിയുടെയും 10 മുറിയുടെയും 5 കോടിയുടെയും 5.5 കോടിയുടെയും വീട് പണി തരണം? കൂടുതൽ ഭൂമി വാങ്ങിച്ചിട്ടാണ്. ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ നല്ലതുപോലെ ഇൻവെസ്റ്റ് ചെയ്താട്ട് നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി കരുതണം. അതാണ് യാക്കോബ് പറഞ്ഞിരിക്കുന്നത്, വേദോക്തം പറയുന്നതാണ് അല്ലേ. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കുമായിട്ട് കരുതണം. ഒരു വിചാരം, ഇനി ഞാൻ എപ്പോഴാണ് സമ്പാദിക്കുന്നത്. ഹല്ലേലൂയ.